യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതും ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതും ഒരു ദിവസം അനുഗ്രഹമാകാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. കൈയടിക്കുന്ന 100 കൈകൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു വിരൽ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പതറിപ്പോവും. കൈയടിക്കുന്ന 100 കൈകളേക്കാൾ വിലയുള്ളതാണ് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു വിരൽ, അല്ലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, നമുക്ക് വചനം തരുന്ന ഒരാൾ, നമുക്ക് വേണ്ടി ചില ഏറ്റവും അത്യാവശ്യമായ ചില സമയത്തൊക്കെ ആയിരിക്കും ചില വചനങ്ങൾ നമ്മൾ കേൾക്കുന്നത്, ചില വചനങ്ങൾ ചില പ്രിയപ്പെട്ടവർ നമുക്ക് അയച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന സാഹചര്യത്തിലായിരിക്കും, ഏറ്റവും ആവശ്യമുള്ള സമയത്തായിരിക്കും ആ വചനം നമുക്ക് കിട്ടിയത്. നമ്മളെ അത് വല്ലാതെ അങ്ങ് ആശ്വസിപ്പിച്ചു, വല്ലാത്തൊരു പ്രതീക്ഷ നമുക്കത് നൽകി. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ സങ്കടപ്പെടുന്ന വിഷയത്തിനകത്തൊരത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ആ വിഷയം എന്താണെങ്കിലും മനസ്സിലൊന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ വിശ്വസിക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുവാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും യേശു മാറ്റിക്കൊണ്ടിരിക്കുവാണ്. വചനം കേൾക്കുന്ന എൻ്റെ ഭവനത്തിനകത്തുള്ള വഴക്കുകളെ യേശു ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തെ യേശു കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ തൻ്റെ മകളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കൈ നീട്ടിപ്പിച്ച് പറഞ്ഞു, കയ്യിൽ എപ്പോഴും ഞരമ്പ് മുറിക്കണം, ആത്മഹത്യ ചെയ്യണമെന്നാണ് ഈ കൊച്ചു പറയുന്നത്. കയ്യിൽ നോക്കൂ, അതിനുവേണ്ടി പരിശ്രമിച്ച ചില പാടുകൾ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കുറച്ച് മാസങ്ങളായി, ദിവസങ്ങളായി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വചനം എഴുതി വിശുദ്ധ കുരിശിനോട് ചേർത്ത് ഒരു വചനം കൂടി എഴുതി കൊടുത്തു. ആ വചനം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവവചനം പ്രസംഗിക്കുവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഫോണ് നോക്കിയപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. വാട്സപ്പിലൊരു മെസ്സേജ്. ഭയങ്കര മാറ്റം. ആ വചനവും ആ വെഞ്ചരിച്ച കുരിശും കൈ കിട്ടിയ പിന്നെ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു മാറ്റം, വലിയൊരു വിടുതൽ ജീവിതത്തിൽ നടന്നതുപോലെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ദൈവവചനം കയ്യിലോട്ട് കൊടുത്ത ആ വെഞ്ചരിച്ചൊരു കുഞ്ഞൊരു കുരിശ് രൂപം കൊടുത്തപ്പോൾ യേശു എന്നെ തൊടുകയാണെന്ന് എനിക്ക് തോന്നിയെന്ന്. ദൈവം എന്നെ തൊടുകയാണെന്ന് ആ വ്യക്തിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ ദൈവം തന്നെ നിന്നെ തൊടുകയാണ്. ദൈവം നിൻ്റെ കുടുംബത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ തൊടുകയാണ്. ദൈവം നിന്നെ സ്പർശിക്കുകയാണ്. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനമൊക്കെ വിശ്വസിച്ച് നമുക്കിന്ന് നന്നായി ഈ വചനം ഒന്ന് കേൾക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് ഇന്ന് കേൾക്കുന്നത്. പുറപ്പാട് 20-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. 1000 തലമുറ, 1000 തലമുറ
ആയിരം തലമുറ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഒരാളിലേക്ക് ദൈവം കൈമാറുന്ന കരുണയുടെ ദൂരം ചിന്തിക്കാൻ പറ്റുന്നില്ല. ആരോട്? എന്നാൽ എന്നെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട്, ഒരു തലമുറ വരെയല്ല, 5 തലമുറ വരെയല്ല, 100 തലമുറ വരെയല്ല, 1000 തലമുറ വരെ കരുണ കാണിക്കുമെന്ന്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആ ഒരു കാര്യത്തോട് ദൈവം എത്രമാത്രം ഗൗരവത്തോടെ അത് കാണുന്നത്, എത്ര വിലയോടെയാണ് ദൈവം അതിന് പ്രാധാന്യം കൊടുത്തത്. ദൈവത്തെ സ്നേഹിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോരുത്തരോടും ചിലരോടൊക്കെ പറയുകയുണ്ടായി, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അത് ദൈവസ്നേഹത്തെ പ്രതി കൊടുത്താൽ മതി. ദൈവസ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ, വചനം പറയാൻ, വചനം ഷെയർ ചെയ്യാനൊക്കെ. ബുദ്ധി കൊണ്ട് ഇത് ആലോചിച്ച് ദേഷ്യത്തോടെ അസൂയ കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഗുണമില്ല. അത് എത്തേണ്ടിടത്ത് എത്തില്ല. അത് ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാൻ കാരണമാകത്തില്ല. പക്ഷെ ദൈവസ്നേഹത്തെ പ്രതിയാണോ ഞാനിത് പ്രസംഗിക്കുന്നത്? ദൈവസ്നേഹത്തെ പ്രതിയാണോ നിങ്ങളിത് കേൾക്കുന്നത്? ദൈവസ്നേഹത്തെ പ്രതിയാണോ ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത്? ദൈവസ്നേഹത്തെ പ്രതിയാണോ ഇത് അയച്ചു കൊടുക്കുന്നത്? 1000 തലമുറ വരെ നിന്നോട് ദൈവം കരുണ കാണിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ മുഴുവൻ സ്നേഹവും മുഴുവൻ കരുതലും 1000 തലമുറ വരെ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു സാധാരണ വാക്കായി നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. ചിന്തിക്കുന്നതിലപ്പുറമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. ദൈവത്തിൻ്റെ കൽപ്പന, ഈ വചനം ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. ദൈവം തരുന്നൊരു കൽപ്പനയാണ്. എൻ്റെ വചനത്തെ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഈ വചനം ദൈവമാണ്. ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഈ വചനത്തെ ഞാൻ എഴുതുമ്പോൾ, ഈ വചനത്തെ ഞാൻ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ ദൈവത്തെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്. അത് അടിവരയിട്ട പോലെ വചനം പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർ, കർത്താവേ ഞാനും എൻ്റെ കുടുംബവും തലമുറയും ദൈവത്തെ സ്നേഹിക്കുന്നു. പറ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ അതിന് തയ്യാറാകുന്നു. കാരണം അതിന് ശേഷമുള്ളൊരു വലിയ വാഗ്ദത്തം കിടപ്പുണ്ട്. ഒരു വലിയ വാഗ്ദത്തം. കർത്താവേ, അങ്ങനെയുള്ളവരോട് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ്. 1000 തലമുറ വരെ, 1000 തലമുറ വരെ അവരോട് കരുണ കാണിക്കും. കർത്താവേ, ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഒരഭിനയമായി എനിക്ക് വേണ്ട. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും എനിക്കൊരഭിനയമായി കൊണ്ടു നടക്കണ്ട. എനിക്കത് ഹൃദയത്തിൽ നിറയണം, ഹൃദയത്തിൽ അതുണ്ടാകണം. ദൈവത്തോട് സ്നേഹവും ഭക്തിയൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നൊരു കുടുംബവും അഭിനയിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയുമായി എനിക്ക് ജീവിക്കേണ്ട. പിന്നെയോ എനിക്ക് ഉള്ളിൽ അതനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ദൈവഭക്തി ദൈവത്തോട് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട സമാധാനം തിരികെ നൽകി 1000 തലമുറ വരെ ദൈവം നിന്നോട് കരുണ കാണിക്കും. നിൻ്റെ നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട ശുശ്രൂഷ, നഷ്ടപ്പെട്ട വിശ്വാസ ജീവിതം, നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, അതൊക്കെ തിരിച്ചു നൽകിയായിരിക്കും 1000 തലമുറ ദൈവം നിന്നോട് കരുണ കാണിക്കുന്നത്.
നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയ ദൈവം നിന്നോട് കരുണ കാണിക്കുന്നത്. നിനക്കൊരു അനുഗ്രഹമുള്ളൊരു ഒരു ജോലി തന്നിട്ടായിരിക്കും, ഒരു നന്മ തന്നിട്ടായിരിക്കും, ഒരു ഭാഗ്യം തന്നോണ്ടായിരിക്കും ദൈവം നിന്നോട് കരുണ കാണിക്കുന്നത്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നീ പ്രതീക്ഷിച്ചതിലും അധികം നല്ലൊരു വീട്, നല്ലൊരു ജോലി, നല്ലൊരു ജീവിതം, നല്ലൊരു സൗഖ്യം, നല്ലൊരു അഭിഷേകം, ഇതൊക്കെ നിനക്ക് തന്നിട്ടായിരിക്കും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്നെ ദൈവം 1000 തലമുറകൾ കരുണ കാണിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, 1000 തലമുറ എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കണമേ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിലുള്ള നൊവേന അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതൊത്തിരി പേർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകുന്നുണ്ട്. നിങ്ങളും അത് മറക്കാതെ പ്രിയപ്പെട്ടവർ കാണാൻ വൈകുന്നേരം 6:15 10-15 മിനിറ്റല്ലേ, ഒരു വിശ്വാസത്തോടെ ഒരു നിയോഗത്തോടെ അത് കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം. ഇന്നിവിടെ പ്രാർത്ഥനയുള്ള ദിവസമാണ്, ആരാധനയുള്ള ദിവസമാണ്, ശുശ്രൂഷകളുള്ള ദിവസമാണ്. നിങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ, ഈ ആലയത്തിലേക്ക് വരുമ്പോൾ, വ്യാഴം വെള്ളി മുഴുവൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഒരുങ്ങി വരുന്നവർ വരിക. ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നും, ഒരു പ്രാർത്ഥന കിട്ടി, ഒരു കൗൺസിലിംഗ് കിട്ടി പോയേക്കാമെന്ന്. മുഴുവൻ ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമാണ്, പകുതിയല്ല. അതിലൂടെ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ വരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ കർത്താവ് ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ഒന്ന് ഓർക്കുവാണ്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ചെഴുതി പ്രാർത്ഥിക്കുന്നത്, നിയോഗ പ്രാർത്ഥന പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിയോഗത്തിരി, നിയോഗക്കൊന്ത കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുന്നത്, നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. നിയോഗ പ്രാർത്ഥന 9 പ്രാവശ്യം ചെല്ലുന്നവരുണ്ട്, 33 പ്രാവശ്യം ചെല്ലുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് നിങ്ങളെടുക്കുന്ന ആ നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ വചനം ഇന്ന് ഏറ്റെടുത്തേ, ഈ വചനം നിങ്ങളൊന്ന് ഏറ്റെടുത്തേ. ദൈവത്തെ സ്നേഹിക്കുന്നവരോടും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കും 1000 തലമുറയിലേക്ക് അനുഗ്രഹം കൈമാറുന്നത്. അതിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലാണ്. അത്രയും വലിയൊരു അനുഗ്രഹം മറ്റൊന്നിലും ദൈവം കൊടുത്തിട്ടില്ല. 1000 തലമുറ അത് നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി വരട്ടെ. ഈ വചനം ഒരു അത്ഭുതമായി വരട്ടെ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം നിന്നെ തൊടട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ നിന്നെ തൊടട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വന്നു ചേരട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, നഷ്ടത്തിൽ നിന്നും, സാമ്പത്തിക തകർച്ചയിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും അനശ്വര്യവും എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ നൊവേനയിൽ പങ്കെടുത്ത് ഓൺലൈനായിട്ട് സാധ്യമായ എല്ലാവരും പങ്കെടുക്കുക. ഇവിടുത്തെ ശുശ്രൂഷകളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.